ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഫാമിലി ലഞ്ചിനാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ഇപ്പൊ മനസ്സിലായി കാണും. ഇത് കൊച്ചിയിലുള്ള ലേ മെറിഡിയൻ ആണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കൊച്ചിയിലാണെങ്കിലും എൻ്റെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ലേ മെറിഡിയൻ്റെ അകത്തേക്ക് കയറുന്നത്. പണ്ട് ഇങ്ങനെ പച്ച പിടിപ്പിച്ച് വെച്ചിരുന്ന ഒരു ബിൽഡിംഗ് എന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ രജിസ്റ്റർ ആയി കിടക്കുന്ന ലേ മെറിഡിയൻ. ഇപ്പോഴാണ് അതിന്റെ അകത്തേക്ക് ഒന്ന് കയറാൻ പറ്റിയത്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് റെസ്റ്റോറന്റിലേക്കാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയിലേക്കാണ്. നമ്മൾ ഷെഫ് പിള്ളയുടെ മീനിലൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയിലേക്കാണ് പോയത്. റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയിൽ വരുന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്യാതെ ഇവിടെ സീറ്റ് നമുക്ക് അങ്ങനെ കിട്ടില്ല. എല്ലാ റിസർവേഷൻ വേണം. അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. ഇവിടെ ഓണത്തിന്റെ ആ ഒരു സമയത്തായിരുന്നു. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല ഇന്റീരിയേഴ്സ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. മിനിമൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ല എസ്തെറ്റിക് വൈബ് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഒരു തനത് കേരള സ്റ്റൈല് സംഭവങ്ങളാണ് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഈവൻ ഈ മരത്തിന്റെ ഇതാണെങ്കിലും ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ബാക്കിയെല്ലാം ഈ ഫോട്ടോ ഫ്രെയിംസ് വരെ ഈ ഒരു തീമിലോട്ട് വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നമുക്ക് കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുൾ ഒരു ഗ്ലാസ് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ സീറ്റും കൂടി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ചെന്നിട്ട് ആദ്യം തന്നെ ഓർഡർ ചെയ്തത് 2 സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു. ഒന്നാമത്തത് നമ്മള് സംഭാരം കടുമാങ്ങ പാനിപ്പൂരിയാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. നമ്മൾ നോർമൽ പാനിപ്പൂരിയിൽ വയ്ക്കുന്ന വാട്ടറിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ സംഭാരമാണ്. അതിന്റെ ഉള്ളിൽ കുഞ്ഞ് മാങ്ങാച്ചാറിന്റെ കുറച്ച് പീസസും കൂടി പൂരീസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് താരം എന്ന് പറയുന്നത് ബോൺമാരോ പെരട്ട് ആൻഡ് പൊരിച്ച പത്തിരി. ഇത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ നോർമലി വീഡിയോസിൽ കണ്ടിട്ടുള്ള ബോൺമാരോയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കഴിക്കാൻ എളുപ്പമുള്ള ബോൺമാരോ എന്നും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്കിപ്പോ തന്നെ വായിൽ വെള്ളം വരുവാണെന്ന് പറയുമ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മളെ പൊരിച്ച പത്തിരിയും കൂട്ടി ഇതിന്റെ ആ ഒരു ഗ്രേവിയും അതിന്റെ ആ ഒരു നെയ്യും കൂടിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഞാൻ എന്തായാലും എനിക്ക് ഇവിടെ വന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ ഇത്. പിന്നെ കാണുന്നത് ഈ ഒരു ഡ്രിങ്ക് ആണ്. ഇത് പച്ചമാങ്ങ സ്പൈസ്ഡ് എന്നാണ് ഈ ഡ്രിങ്കിന്റെ പേര് പോലെ തന്നെ പച്ചമാങ്ങ അതുപോലെ തന്നെ മുളക് ഉപ്പൊക്കെ ചേർന്ന ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഈ കുറച്ച് സ്പൈസി ഡ്രിങ്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഇഷ്ടാവും. നമ്മുടെ ബട്ടർ മിൽക്കിന്റെ ഒരു സിമിലർ ഒരു കൺസിസ്റ്റൻസി ആണ് ഈ ഒരു ജ്യൂസിന് വരുന്നത്. നമ്മുടെ ലൈം ജ്യൂസോ മൊയ്റ്റോ പോലെ അത്ര ലൈറ്റ് ഒരു തിന്നായിട്ടുള്ള ഒരു ജ്യൂസ് അല്ല കേട്ടോ. കുറച്ച് കട്ടിയുള്ള ജ്യൂസാണ്. പക്ഷെ അത് കുടിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ചെറിയൊരു എരിവും ഉപ്പും മധുരവും പിന്നെ ആ പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ട്രാവൻകൂർ ചിക്കൻ റോസ്റ്റ് ആണ്. ട്രാവൻകൂർ ചിക്കൻ റോസ്റ്റ് എനിക്ക് ഭയങ്കര ഹൈപ്പായിട്ടൊന്നും തോന്നിയില്ല. ഒരു നോർമൽ ചിക്കൻ റോസ്റ്റ് നമുക്ക് നോർമലി നാടൻ കടകളിലൊക്കെ കിട്ടുന്ന പോലെ. പിന്നെ വരുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് RCP കോസ്റ്റൽ പ്ലാറ്റർ ആണ്. അതൊരു സീ ഫുഡ് പ്ലാറ്റർ ആണ്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എങ്കിലും ഒരുപാട് നല്ല ഡിഫറെന്റ് വെറൈറ്റി സാധനങ്ങൾ അതിലുണ്ട് കേട്ടോ. കൂന്തല് അതുപോലെ തന്നെ കക്ക ഇറച്ചി നെയ്മീന്റെ ഒരു തവ ഫ്രൈ പിന്നെ ചെമ്മീൻ കപ്പയുടെ ചട്നി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ സൈഡായിട്ട് 2 നൂൽ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ പ്ലാറ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ കാണുന്ന ചെമ്മീനാണ് കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അതിന്. പിന്നെ നമുക്ക് RCPയിൽ ലഞ്ചിന് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന നിക്കാഹ് ബിരിയാണി. നിക്കാഹ് ബിരിയാണി വരുന്നത് ഒരു വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല കിഴി കെട്ടി സ്റ്റൈലിലാണ് കേട്ടോ. ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മലബാർ ബിരിയാണി ആണെന്നാണ് അവർ പറഞ്ഞത്. മലബാർ സ്റ്റൈൽ ഒതന്റിക് മലബാർ സ്റ്റൈൽ ബിരിയാണി ആണെന്നാണ്. ഞാൻ മലബാർ ബിരിയാണി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ടേസ്റ്റ് വളരെ മൈൽഡ് ഫ്ലേവേഴ്സ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ് ഒക്കെ നല്ല ആ ഒരു ചിക്കന്റെ റോ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്ലൂട്ടൊക്കെ വെച്ചിട്ട് ഒരു ചേട്ടൻ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നമ്മൾ ഓരോ ടേബിളിലും വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സോങ് ഒക്കെ ചോദിച്ചിട്ട് അത് ഫ്ലൂട്ടിൽ വായിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ലൊരു രസം ഉണ്ടായിരുന്നു ഇത് കേൾക്കാനായിട്ട്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ലൈവ് മ്യൂസിക് ഒക്കെ ഇതുപോലെയുള്ളതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കഴിക്കാന്ന് പറയുന്നത് രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡെസേർട്ടായിട്ട് തങ്കൂന് വേണ്ടി ഒരു നോർമൽ ചോക്ലേറ്റ് സ്കൂപ്പ് വിത്ത് വേഫേഴ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉണ്ണിയപ്പം ഫലൂഡയാണ്.
ഉണ്ണിയപ്പം ഫലൂഡ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് കിട്ടിയപ്പോഴും ഇരിക്കുന്നത്. പ്രസന്റേഷൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു ചെറിയ ഒരു ജാറിന്റെ മുകളില് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റില് കുറച്ച് ജെല്ലി ഡ്രോപ്സ് ഒക്കെ ഇട്ട് അതിന്റെ അകത്താണ് ഈ ഉണ്ണിയപ്പവും ബാക്കിയുള്ള കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒഴിക്കാനായിട്ട് തന്നിരിക്കുന്നത് ബസുന്തി മിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ ഈ ലിക്വിഡ് ഒഴിക്കുന്നത്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഇത് മിൽക്ക് മെയ്ഡോ അങ്ങനെ കസ്റ്റേർഡോ എന്തോ ആണെന്നാണ്, പക്ഷെ അല്ല, അതിന്റെ പേര് ബസുന്തി മിൽക്ക് എന്നാണ്. അത് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇതിൽ കൂടെ തന്നിരിക്കുന്ന സ്പൂൺ എനിക്ക് എന്തായാലും ഇഷ്ടമായി. നല്ല ലെങ്തി ആയിട്ടുള്ള സ്പൂൺ ആട്ടോ, മിക്സ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ആദ്യം ഞാൻ കുറച്ചു നേരം ആ വൈറ്റ് ചോക്ലേറ്റ് പൊട്ടിക്കാതെ അതൊന്ന് മിക്സ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പിന്നെ തോറ്റിട്ട് പിന്നെ ഞാനത് കഴിഞ്ഞ് അതൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റിയത്. ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ നോർമൽ ഫലൂഡയിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഈ ഒരു ഉണ്ണിയപ്പം പീസസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഉണ്ണിയപ്പം പീസസും നമ്മുടെ ഈ കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ വളരെ ഒരു പുതിയൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, നമ്മുടെ ബില്ലൊക്കെ വന്നു. ബില്ല് വന്നത് വരെ നല്ലൊരു എസ്തെറ്റിക് വൈബുള്ള ബോക്സിലൊക്കെ ആട്ടോ, അതാ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പം ഞങ്ങൾ എന്തായാലും ഈ ഒരു ലഞ്ച് ടൈം വളരെ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ ഇനി പോകുന്നുണ്ടെങ്കിൽ ഈ ഡിഷസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.